ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലൂടെ ഏവർക്കും സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ഏകദിനത്തിനുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദിനെ അങ്ങനെ ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. നമ്മുടെ സഞ്ജു സാംസണെ ടീമിലോട്ട് വരാൻ 100% സാധ്യതയില്ലെങ്കിലും ഒരു 10-40% സാധ്യത നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഞ്ജുവിനെയും നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് ഷാമി ടീമിലോട്ട് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടെങ്കിലും മുഹമ്മദ് ഷാമിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ തിരിച്ചു വന്നത് നമ്മുടെ സിറാജാണ്. സിറാജ് വന്നത് നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. സിറാജ് ടീമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഋഷഭ് പന്ത്, സെക്കൻഡ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ടീമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ 10 ഓവറും ചെയ്യാൻ പറ്റില്ല, ഫിറ്റ്നസ് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടീമിൽ നിന്ന് നേരത്തെ മുതലേ തഴഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യനെ ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. 10 ഓവറും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2020 മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് പ്രശ്നം തന്നെ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ബുംറേനെയും വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ടീം എന്താണല്ലോ ഒന്ന് നോക്കാം. ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഭാവി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ വിക്കറ്റ് കീപ്പർ ആയിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യരാണ് കേട്ടോ വൈസ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത്. ശ്രേയസ് അയ്യരാണ്. പക്ഷേ വൈസ് ക്യാപ്റ്റൻ ടീമിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ ടീമിലോട്ട് ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലെങ്കിൽ ടീമിന് പുറത്തും അതിന് പകരം വേറെ ആരെങ്കിലും വരുമായിരിക്കാം. അതൊന്നും ഉണ്ടാവില്ല. ടീമിൽ നിന്ന് ഫിറ്റ്നസ് തെളിയിച്ചാലും ടീമിൽ തന്നെ നിലനിർത്തും. പിന്നെ നമ്മുടെ 3 ഫോർമാറ്റിലും കളിക്കുന്ന 2 താരങ്ങൾ ഉണ്ട് കേട്ടോ ഈ ടീമിൽ. ആകെ 2 താരങ്ങളുള്ളൂ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ടാണ് 3 ഫോർമാറ്റിലും ഇവർ ടീമിലുള്ളത്. അത് ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ, എന്താണോ ആവും. അതേപോലെ തന്നെ നമ്മുടെ ഹർഷിത് റാണ ബെസ്റ്റ്. പിന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ ടീമിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. രാജസ്ഥാനിലോട്ട് പോയതിൻ്റെ കാണാനുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, അതേപോലെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, നമ്മുടെ 10 ഓവർ ചെയ്യാൻ പറ്റാത്ത ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഇന്ത്യൻ ടീമിലോട്ട് വന്ന ഓൾറൗണ്ടറാണ്. 3 ഓവർ ചെയ്യുമായിരിക്കാം, കാണാം. അതിലും ഭേദം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു 5 ഓവർ ജീവിച്ചാൽ പോരെ. ബാറ്റ്സ്മാനാണോ ബോളറാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. അതുപോലെ അർഷ്ദീപ് സിംഗ്, പിന്നെ നമ്മുടെ യശസ്വി ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ ബാക്കപ്പ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ത്യൻ ടീം ഉള്ളത്. ഈ ടീം മതിയോ ഒന്നറിയില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ പൂർണ്ണ അവലോകനമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക.